നമസ്കാരം. ഇൻഫർമേഷൻ മീഡിയയുടെ പുതിയൊരു വീഡിയോസിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് റേഷൻ സാധനങ്ങളുമായി ബന്ധപ്പെട്ട വളരെ സുപ്രധാനമായിട്ടുള്ള അറിയിപ്പുമായിട്ടാണ് ഇന്ന് ഇൻഫർമേഷൻ വീഡിയോസ് വന്നിട്ടുള്ളത്. റേഷൻ സാധനങ്ങൾ വാങ്ങുന്ന ആളുകൾ അതുപോലെ തന്നെ റേഷൻ കാർഡുള്ള ആളുകൾ ശ്രദ്ധിക്കുക, അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോയിൽ എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ താഴെ കമൻറ്റായി ചോദിക്കുന്നതാണ്, അറിയുന്ന കാര്യങ്ങൾക്ക് മറുപടി തരുന്നതാണ്. അതിനുമുമ്പായി ഇൻഫർമേഷൻ മീഡിയയുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ ചാനലിൽ ഒരു തരത്തിലുള്ള മത രാഷ്ട്രീയ കാര്യങ്ങളും വരുന്നതല്ല. ഗവൺമെൻറ്റിന് ലഭിക്കേണ്ട സേവനങ്ങൾ, ആനുകൂല്യങ്ങൾ, അറിയിപ്പുകൾ എന്നിവയെക്കുറിച്ച് മാത്രമാണ് വീഡിയോസ് വരുന്നത്. ശ്രദ്ധിക്കുക, ഗവൺമെൻറ് സേവനങ്ങളിൽ എപ്പോൾ വേണമെങ്കിലും പുതിയ മാറ്റങ്ങൾ വരാം. ഏറ്റവും പുതിയ അറിയിപ്പുകൾ ലഭിക്കാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കുക. 4 രൂപത്തിലുള്ള റേഷൻ കാർഡുകളാണ് ഇപ്പോൾ സജീവമായി നമ്മുടെ നാട്ടിലുള്ളത്. മഞ്ഞ, ചുവപ്പ്, നീല, വെള്ള കാർഡുകളാണ് ഉള്ളത്. അതിൽ വളരെ ശ്രദ്ധിക്കേണ്ട കാർഡുകളാണ് മഞ്ഞ, ചുവപ്പ് കാർഡുകൾ. അവർ അനധികൃതമായി സാധനങ്ങൾ വാങ്ങിക്കഴിഞ്ഞാൽ അവർ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകൾ തിരിച്ചടക്കേണ്ടി വരും. അവർക്ക് പിന്നീടുള്ള ആനുകൂല്യങ്ങൾ ലഭിക്കുകയുമില്ല. മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും മരണപ്പെട്ടു പോയ വ്യക്തികളുണ്ടെങ്കിൽ അവരുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ കാർഡിൽ നിന്നും ഒഴിവാക്കുക. ഇല്ലാത്ത പക്ഷം അവർ വാങ്ങുന്ന ഓരോ കിലോ അരിക്കും 36 രൂപയും അതിൻ്റെ 12% പലിശയോടും കൂടി തന്നെ തിരിച്ചടക്കേണ്ടി വരും. ഒരുപാട് ആളുകൾ ഇപ്പോൾ ബുദ്ധിമുട്ടാകുന്നുണ്ട്. ചിലപ്പോൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി അവരുടെ പേര് ഒഴിവാക്കാൻ വേണ്ടി അപേക്ഷ കൊടുക്കുന്ന സമയത്തായിരിക്കാം ഇങ്ങനെ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും വരുന്നത്. അതുകൊണ്ട് തന്നെ നിർബന്ധമായിട്ടും മരണപ്പെട്ടു പോയ ആളുടെ പേര് എത്രയും പെട്ടെന്ന് തന്നെ ഒഴിവാക്കുക. ഓൺലൈൻ വഴിയാണ് അത് അപേക്ഷ സമർപ്പിക്കേണ്ടത്. ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കുന്ന സമയത്ത് നമ്മൾ ഇത്രയും കാലം വാങ്ങിയ അരിയുടെ ഫൈൻ ഇപ്പോൾ തന്നെ അടയ്ക്കേണ്ടി വരും. അതടച്ച് എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങൾ തീർപ്പാക്കുകയായിരിക്കും ഏറ്റവും നല്ലത്. മരണപ്പെട്ടു പോയ വ്യക്തി കുടുംബനാഥയാണെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള മുതിർന്ന സ്ത്രീ അംഗത്തെ കുടുംബനാഥയാക്കി നമുക്ക് മാറ്റാൻ സാധിക്കും. അത് നമ്മൾ അപേക്ഷ കൊടുക്കുന്ന സമയത്ത് തന്നെ പുതിയ കുടുംബനാഥയുടെ ഫോട്ടോ, ആധാർ കാർഡ് എന്നിവ കൂടി ചേർത്താൽ മതി. അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ ഓൺലൈൻ സെൻറ്ററുകൾ വഴിയോ ആണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. അത് അവരുടെ അന്വേഷണത്തിൽ കണ്ടെത്തി കഴിഞ്ഞാൽ നമ്മൾ വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെയാണ് പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ, മഞ്ഞ, ചുവപ്പ് റേഷൻ കാർഡിൽ നിന്നും പ്രവാസികളായ ആളുകളുണ്ടെങ്കിൽ അവരുടെ പേര് NRK എന്ന് രേഖപ്പെടുത്തുക. പല ആളുകളും തെറ്റിദ്ധരിച്ച് NRK ആക്കി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് വെള്ളയിലേക്കോ നീലയിലേക്കോ മാറുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് അങ്ങനെ ചെയ്യാത്തത്. പക്ഷെ ഒരിക്കലും നമ്മൾ NRK എന്ന് രേഖപ്പെടുത്തി കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് വെള്ളയിലേക്ക് നീലയിലേക്ക് മാറുകയില്ല. വെള്ളയിലേക്കും നീലയിലേക്കും മാറാൻ ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ക്രൈറ്റീരിയകളുണ്ട്. 1000 സ്ക്വയർ ഫീറ്റ് മറ്റേ വീട്ടിൽ താമസിക്കുക, സ്വന്തമായി 4 ചക്ര വാഹനം ഉണ്ടാവുക, 1 ഏക്കർ മേലെ ഭൂമി ഉണ്ടാവുക, 1 ലക്ഷത്തിൽ മേലെ വരുമാനം ഉണ്ടാവുക. അങ്ങനെ പല കാര്യങ്ങളും നോക്കിയാണ് വെള്ളയിലേക്കോ നീലയിലേക്കോ മാറുന്നത്. അത് പേടിച്ചാലും ചെയ്യാതിരിക്കരുത്. അത് അവരുടെ അന്വേഷണത്തിൽ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കാർഡ് വെള്ളയിലേക്ക് മാറുന്നതോടൊപ്പം തന്നെ നമ്മൾ ഇത്രയും കാലം വാങ്ങിയ അരിയും മറ്റു സാധനങ്ങളുടെയും വില കണക്കാക്കി നമ്മൾ ഫൈനുകളും തിരിച്ചടക്കേണ്ടി വരും. അതുപോലെ തന്നെ ഇപ്പോൾ ഒരു സൗകര്യമാണ്, നിലവിൽ വെള്ള നീല കാർഡുള്ള ആളുകൾക്ക് നമ്മൾ മുകളിൽ പറഞ്ഞതുപോലെ തന്നെ കാര്യങ്ങളുണ്ടെങ്കിൽ അവർക്ക് ചുവപ്പിലേക്കോ മഞ്ഞയിലേക്കോ മാറാൻ സാധിക്കും. വീടിൻ്റെ അളവ് തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് പഞ്ചായത്തിൽ നിന്നും കൈപ്പറ്റി അത് അപേക്ഷയുടെ കൂടെ വെക്കുക. അതുപോലെ തന്നെ കുടുംബനാഥ വിധവയാണെങ്കിൽ, വിധവ പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ അതിൻ്റെ സർട്ടിഫിക്കറ്റ് വെക്കുക. 1 ഏക്കറിന് മേലെ ഭൂമിയില്ലാൻ തെളിയിക്കുന്ന നികുതി രസീറ്റ് വെക്കുക. അതുപോലെ തന്നെ സ്ഥിരമായി മരുന്ന് കഴിക്കുന്ന, എന്തെങ്കിലും സ്ഥിരമായി അസുഖമുള്ള ആളുകളാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വെച്ച് ഓൺലൈനിൽ അപേക്ഷ സമർപ്പിച്ച് കഴിഞ്ഞാൽ അവരുടെ അന്വേഷണത്തിന് ശേഷം അത് അപ്രൂവൽ ആവുകയും അതിനുശേഷം അവരെ കാർഡ് മഞ്ഞയിലേക്കോ അല്ലെങ്കിൽ ചുവപ്പിലേക്കോ മാറാൻ അവസരമുണ്ട്. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾ ഈ ഒരു അവസരം പ്രയോജനപ്പെടുത്തുക. അതുപോലെ തന്നെ മറ്റു ആളുകൾ കറക്റ്റായി തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ട് നടക്കുക. അല്ലാത്ത പക്ഷം തുടർന്നവർക്ക് ഒരു ആനുകൂല്യങ്ങൾ ലഭിക്കുകയില്ല. ആനുകൂല്യങ്ങൾ ഇപ്പോൾ അവർക്ക് ഫ്രീ ആയി ലഭിക്കുന്ന അരിയും മറ്റു സാധനങ്ങളെല്ലാം അവർക്ക് പിന്നീട് വലിയ രൂപത്തിലുള്ള ഫൈനുകളും മറ്റും തിരിച്ചടച്ച് അതിനുശേഷം അവരുടെ കാർഡ് വെള്ളയിലേക്ക് തന്നെ മാറാൻ സാധ്യതയുമുണ്ട്. നിർബന്ധമായി കാര്യങ്ങൾ യഥാസമയത്ത് തന്നെ ചെയ്യുക. മാർച്ച് കഴിഞ്ഞാൽ ഈ ഒരു സാമ്പത്തിക വർഷം കഴിഞ്ഞാൽ പിന്നീട് കടുത്ത രൂപത്തിലുള്ള അന്വേഷണങ്ങളും നടക്കും. നമുക്കറിയാം, നമ്മുടെ കാർഡുകൾ നമ്മൾ മസ്റ്ററിങ്ങും പൂർത്തിയാക്കിയതാണ്. നമ്മുടെ ആധാർ കാർഡുമായി എല്ലാ കാര്യങ്ങളും ലിങ്ക് ചെയ്തതാണ്. നമ്മുടെ വാഹനങ്ങളടക്കമുള്ള നമ്മുടെ ഭൂമി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അന്വേഷിക്കാൻ ഒരു ബുദ്ധിമുട്ടും ഉണ്ടാകുകയില്ല. അതിനുമുമ്പ് തന്നെ നമ്മൾ കണ്ടറിഞ്ഞ് എല്ലാ കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെടും. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് വീഡിയോ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റു കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്കൊരു പുതിയ വീഡിയോസുമായി കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.